ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം 4-ാം വാരം ശനിയാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലെ 7-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. ജെറൂസലേം ദേവാലയത്തിലെത്തിയ ക്രിസ്തുവിനെ ബന്ധിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകൾ ഏറ്റവും അവസാനം തിരിച്ച് അവരെ അയച്ച ഫരിസേയരുടെയും പുരോഹിത പ്രമുഖരുടെയും അടുത്ത് തിരിച്ചു ചെന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങളും അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിലുള്ളത്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിറ്റീസ്, പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ ലഭിക്കുന്ന ഒരു വചനഭാഗമാണ് ഇന്നത്തേത്. കാരണം കുറച്ചുപേര് ക്രിസ്തുവിനെ, യേശുവിനെ പ്രവാചകൻ എന്ന് പറയുന്നു, കുറച്ചുപേര് മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന് പറയുന്നു, ഗലീലിയക്കാരൻ എന്ന് പറയുന്നു, ദാവീദിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാൾ എന്ന് പറയുന്നു, ഇതുവരെ ആരും സംസാരിക്കാത്തതുപോലെ സംസാരിക്കുന്നവൻ എന്ന് പറയുന്നു, വഞ്ചിക്കുന്നവൻ എന്ന് പറയുന്നു, അധികാരികളും ഫരിസേയരും വിശ്വസിക്കാത്തവൻ, പിന്നെ കേൾക്കപ്പെടേണ്ടവൻ. ഇങ്ങനെ പലതരം ഐഡൻറ്റിറ്റീസാണ് നമ്മൾക്ക് ഇന്നത്തെ വചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം എവിടെ നിന്നാണ് വരുന്നത്? അതെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് അവർക്കുള്ള ബോധ്യങ്ങളാണ്. ചിലരുടെ ബോധ്യങ്ങൾ വചനത്തിൽ നിന്നുള്ളതാണ്, ചിലരുടെ ബോധ്യങ്ങൾ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുള്ളതാണ്, ചിലരുടെ ബോധ്യങ്ങൾ അവരുടെ ഈഗോയിൽ നിന്നും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദുഷ്ടതയിൽ നിന്നും വരുന്നതാണ്. കുറച്ചു പേർക്ക് സ്നേഹത്തിൽ നിന്നും വരുന്നതാണ്, കുറച്ചു പേർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആകാത്തതിൽ നിന്നും വരുന്നതാണ്. ഇങ്ങനെ പല ആളുകൾക്കും ക്രിസ്തുവിനെക്കുറിച്ചുള്ള, യേശുവിനെക്കുറിച്ചുള്ള ബോധ്യം വരുന്നത്, അഭിപ്രായം വരുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എനിക്ക് ഈശോ ആരാണ്? കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ അടിസ്ഥാനം എന്താണെന്ന്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ നിയോഗം സംഭവിക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായിട്ട് ക്രിസ്തു മാറുന്നു. ഞാൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ എനിക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം സൗഖ്യം ലഭിക്കുകയാണെങ്കിൽ എനിക്ക് സൗഖ്യം നൽകുന്ന ക്രിസ്തുവായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ നോക്കാൻ പോവുകയാണെങ്കിൽ കുറച്ചധികം അവസ്ഥകളിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിനെ ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? കുമ്പസാരം എന്ന കൂദാശയിലൂടെ കടന്നു ചെല്ലുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ, ഒരു ക്രിസ്തുവിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ദിവ്യകാരുണ്യത്തിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഒപ്പമായിരിക്കാൻ, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ഇങ്ങനെ ദൈവത്തിൻ്റെ എൻ്റെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഏറ്റവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഞാനൊന്ന് അകറ്റി നിർത്താതെ സ്നേഹത്തോടുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ, ആ ദൈവം എനിക്ക് ആരാണെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.